ചക്ക കഴിച്ചു കഴിഞ്ഞാൽ ഇനി ചക്കക്കുരു ആരും ദൂരെ കളയണ്ട. ചക്കക്കുരു നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാം. അതിനുള്ളൊരു മെത്തേഡാണിത്. ഇതുപോലത്തെ ഒരു വട്ടത്തിലുള്ള എന്തെങ്കിലും എടുക്കുക. ഇപ്പം ഞാൻ അരിപ്പയുടെ ആ വട്ടത്തിലുള്ള ഭാഗമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതോ അല്ലെങ്കിൽ നമ്മൾ കലത്തിൻ്റെയൊക്കെ അടിയിൽ വയ്ക്കുന്ന വട്ടൻ, സ്റ്റീലിൻ്റെ വട്ടൻ ടൈപ്പില്ല, അതെടുത്താലും മതി. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പയുടെയാണ്. ഞാൻ വൃത്തിയാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം അത് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചക്കക്കുരു എല്ലാം പിറക്കിയിട്ടു. അതിനുശേഷം നമ്മൾക്ക് ഈ ഇടികല്ല് കൊണ്ട്, ഇതെല്ലാവരുടെയും വീട്ടിലുണ്ടാകുമല്ലോ ഈ ചതയ്ക്കാനുള്ള ഈ ഇടികല്ല്, ആ ഇടികല്ല് കൊണ്ട് നമ്മൾക്ക് ഇതുപോലെ എല്ലാത്തിലും ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് 2 ഇടി ഇടിച്ചാൽ മതി ഓരോ ചക്കക്കുരിൻ്റെ മുകളിൽ. എല്ലാം കൂടി ഒന്നിച്ച് വേണമെങ്കിലും നമുക്ക് കൂട്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് ഇടിച്ച് മാറ്റാൻ പറ്റും. അപ്പം തന്നെ നമ്മളുടെ ചക്കക്കുരു പല ഭാഗങ്ങളായിട്ട് അത് ചതഞ്ഞ് വന്നിട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾക്ക് നിഷ്പ്രയാസം ആ വളയം മാറ്റിയിട്ട് നമ്മൾക്ക് അതിൻ്റെ ആ വെള്ള നിറത്തിലുള്ള തൊണ്ട് പെട്ടെന്ന് തന്നെ കളയുവാനായിട്ട് സാധിക്കും. നമ്മളെ ഇങ്ങനെ ഇടിക്കുമ്പോൾ നമ്മളുടെ ചക്കക്കുരു തെറിച്ച് പോകാൻ, നമ്മൾ ഇത് വെച്ചില്ല എങ്കിലും നമ്മൾ ചക്കക്കുരു ഇങ്ങനെ ഇടിക്കുമ്പോൾ ചക്കക്കുരു എല്ലാം പല ഭാഗത്തേക്ക് പോകും അല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലത്തെ ഒരു വട്ടം വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അത് ഇടിച്ച് നമ്മൾക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾക്ക് അതിൻ്റെ പുറത്തിലെ ആ വെളുത്ത സ്കിൻ എടുത്ത് മാറ്റാം. അതിനുശേഷം ഇതെല്ലാം ചതഞ്ഞ് പല ഭാഗങ്ങളായിട്ട് വന്നേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് കത്തി ഉപയോഗിക്കേണ്ട കാര്യവുമില്ല, അത് കഷ്ണിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾക്ക് അതിൻ്റെ ബ്രൗൺ സ്കിൻ നമ്മൾ ഒരിക്കലും കളയരുത്. അത് നമ്മളുടെ ശരീരത്തിന് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്രൗൺ സ്കിൻ ഒരിക്കലും കളയരുത്. ആ വെള്ള സ്കിൻ കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് ചക്കക്കുരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പല കഷ്ണങ്ങളായിട്ട് ചതഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് എളുപ്പമായി, നമ്മൾക്ക് കത്തി ഉപയോഗിക്കേണ്ട കാര്യവുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഇതുപോലെ ചതച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തോരം ചക്കക്കുരു ഉണ്ടെങ്കിലും വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ? ഇനി ചക്കക്കുരു വൃത്തിയാക്കുന്നത് ഓർത്ത് ആരും വിഷമിക്കേണ്ട. നമ്മൾക്കിപ്പോൾ അവിയലിനാണെങ്കിലും മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കാനാണെങ്കിലും ചക്കക്കുരു കൊണ്ടുള്ള അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റാണല്ലേ. ഇത് ഒരുക്കിയെടുക്കുന്ന ആ ഒരു പാടുകൊണ്ടാണ് നമ്മൾ ചക്കക്കുരു ആരും ഉപയോഗിക്കാത്തത്. അപ്പം ഇനി മുതൽ ചക്കക്കുരു വൃത്തിയാക്കാനായിട്ട് ആരും വിഷമിക്കേണ്ട. നിഷ്പ്രയാസം നമുക്ക് ഇതുപോലെ പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റും. കത്തിയും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾക്ക് ഒരു ഇടികല്ല് മാത്രം മതി നമ്മൾക്ക് ചക്കക്കുരു വൃത്തിയാക്കാനായിട്ട്. കണ്ടോ? ഇത്ര പെട്ടെന്ന് ഞാൻ എല്ലാം വൃത്തിയാക്കി എടുത്തു. ഇനി നമ്മൾക്ക് അത് കഴുകണമെന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചക്ക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചക്കക്കുരു നമ്മൾ കഴുകി വൃത്തിയാക്കിയിടും അല്ലേ. അത് മധുരമുള്ളത് കൊണ്ട് തന്നെ, ഉറുമ്പൊക്കെ വരുന്നത് കൊണ്ട് ഉടനെ തന്നെ നമ്മളത് കഴുകി വൃത്തിയാക്കി എവിടെയെങ്കിലും വയ്ക്കും. ആ വയ്ക്കുന്ന സ്ഥലത്ത് കിടന്ന് അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ എടുത്ത് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. നമ്മളുടെ ചക്കക്കുരു പെട്ടെന്ന് ക്ലീനായി കിട്ടും. ഇനി ഏതെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ തട്ടുമ്പോൾ അത് പൊട്ടാതെ കിടപ്പുണ്ടെങ്കിൽ ഒന്നും കൂടി അത് നമ്മൾക്കൊന്ന് ഇടിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് നോക്കണം. ചക്കക്കുരു വൃത്തിയാക്കാനായിട്ട് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കുവാനുള്ളൊരു മെത്തേഡാണ്. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വൃത്തിയാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ വൃത്തിയാക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ചക്കക്കുരു പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കുന്നത് കൊണ്ട് ചക്കക്കുരു ഒറ്റെണ്ണം കളയാറില്ല. ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുത്ത് കറികളിൽ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിങ്ങനെ തന്നെ വൃത്തിയാക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു മെത്തേഡ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ജോലിയുള്ളവർക്കും അതുപോലെ സമയക്കുറവുള്ളവർക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് ചക്കക്കുരു നിമിഷ നേരം കൊണ്ട് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തോരം ചക്കക്കുരു ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കുമല്ലോ. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ. ചക്കക്കുരുവും ചക്കയൊക്കെ ഒത്തിരി ഉള്ള സമയമാണ്.
അപ്പം അതുകൊണ്ട് തന്നെ ചക്കക്കുരു ആരും ദൂരെ കളയണ്ട. ഈ ഒരു മെത്തേഡിൽ വൃത്തിയാക്കിയെടുത്ത് കറി വയ്ക്കുക. ഇത് കുക്കറിലാണ് നിങ്ങൾ വെക്കണമെങ്കിൽ ഇത് കുക്കറിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ ചക്കക്കുരു അടുപ്പിൽ വയ്ക്കുക. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് ഉടനെ എടുത്ത് മാറ്റിയേക്കണം. വെയിറ്റ് എടുത്ത് മാറ്റിയാൽ അതിൻ്റെ ആ വെള്ളം അടിയിലേക്ക് വീണ് ധാരാളം വെള്ളം ഉണ്ടാകും. അത് നമ്മൾ വെജിറ്റബിൾ ആണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ ഒരു വിസിൽ കേൾക്കുമ്പോഴേ ആ വെയിറ്റ് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെയിറ്റ് നമ്മൾ പതുക്കെ പതുക്കെ പൊക്കി അതിൻ്റെ ഗ്യാസ് കളഞ്ഞ് ആ വെയിറ്റ് എടുത്ത് മാറ്റിയേക്കുക. അപ്പോൾ ആ ഉള്ളിലുള്ള വെജിറ്റബിൾ ആണെങ്കിലും ചക്കക്കുരു ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലേ. നമ്മൾ ആ വെയിറ്റ് മാറ്റിയില്ല എങ്കിൽ ആ വെള്ളം ആവിയായിട്ട് അതിനകത്തേക്ക് വീണ് കൂടുതൽ വെള്ളം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചക്കക്കുരു ഒറ്റ വിസിലിന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിയലിനാണെങ്കിൽ അവിയലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ചക്കക്കുരു മാങ്ങയും കറി വയ്ക്കാനാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. തോരൻ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി ആണെങ്കിൽ അങ്ങനെ വയ്ക്കാം ഒക്കെ. അപ്പം അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചക്കക്കുരു വൃത്തിയാക്കുവാനുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ കൂടി പറയുകയാണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.